നമസ്കാരം. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ലോകത്തെ മാറ്റി ചിന്തിപ്പിക്കുന്നു. ഗസയിൽ ഇസ്രായേൽ തങ്ങളുടെ അതിക്രമങ്ങൾ കടുപ്പിക്കുന്നതിനിടെ ഫ്രാൻസും പലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്ര പദവിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ തന്റെ രാജ്യത്തിനും ചരിത്രപരമായ പ്രതിബദ്ധതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് സമാധാനത്തിനുള്ള സമയമായെന്ന് മാക്രോൺ യുഎനിൽ പറഞ്ഞത്. ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച പശ്ചാത്തലത്തിൽ അടുത്തത് ട്രംപിന്റെ ഊഴമായിരുന്നു. 7 യുദ്ധം അവസാനിപ്പിച്ചെന്ന് വീമ്പ് പറഞ്ഞ ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന് യുഎനിലും പറയാൻ ധൈര്യം കാണിച്ച ട്രംപിന് പക്ഷേ പലസ്തീന്റെ കാര്യത്തിൽ പതിവ് പല്ലവി. ഒക്ടോബർ 7 മറക്കാനാകില്ല. വെടിനിർത്തലിന് താൽപര്യം കാണിക്കാത്തത് ഹമാസ്. ബന്ദികളെ വിട്ടയക്കാതെ സമാധാന ചർച്ചയില്ല. യുഎനിൽ ഈ നിലപാടെടുക്കുന്ന ട്രംപിന് അറബ് മുസ്ലിം രാഷ്ട്ര നേതാക്കളുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാകും? ട്രംപ് അവതരിപ്പിക്കുക സ്വന്തം പ്ലാനോ നെതന്യാഹുവിന്റെ ഡിസൈനോ? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ MS വേണുഗോപാൽ, വിദേശകാര്യ വിദഗ്ധൻ, കേണൽ ഡിന്നി, വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ്. ആദ്യം ശ്രീ MS വേണുഗോപാൽ, ട്രംപ് എന്ത് പറയും എന്ന് ലോകം ഉറ്റുനോക്കുകയായിരുന്നു. അവിടെ സമാധാനം പുലരാൻ അടിയന്തരമായിട്ടുള്ള നടപടികളാണ് ആവശ്യം. പലസ്തീൻ അംഗീകരിക്കപ്പെടുക എന്നതിനപ്പുറം അവിടെ അടിയന്തര വെടിനിർത്തലിന് എന്തെങ്കിലും ഒരു നിർദ്ദേശം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കിയത്. ട്രംപിന് പതിവ് പല്ലവി തന്നെയാണ്. ഹമാസിന്റേതാണ് കുറ്റം. കഴിഞ്ഞ 2 തവണ മാർച്ച് 18-നും പിന്നീടും ഹമാസ് വെടിനിർത്തലിന് തയ്യാറായതാണ്. അതിന് തുരങ്കം വെച്ചത് ഇസ്രായേലാണ്. പക്ഷേ ട്രംപ് യുഎനിൽ പറയുന്നു ഹമാസാണ് വെടിനിർത്തലിന് തയ്യാറാകാത്തതെന്ന്. അതെ, ട്രംപ് മാത്രമല്ല, നെതന്യാഹുവിന്റെയും പ്ലാൻ അത് തന്നെയാണ്. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാതെ ഒരു സമാധാനം ഉണ്ടാക്കുക അസാധ്യമെന്ന് അദ്ദേഹം ഇന്നലെയും ഇന്നും അടിവരയിട്ട് പറയുകയുണ്ടായി. ഏതാണ്ട് ട്രംപും അതേ നാടകം തന്നെയാണ് കളിക്കുന്നത്. എന്തായാലും യൂറോപ്യൻ രാഷ്ട്രങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗെമിക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ട്രംപ് തന്റെ കയ്യിൽ ഒരു പീസ് പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞ് യുഎനെ പോലും അഡ്രസ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നു. ഇതിനിടയ്ക്ക് അതിന്റെ സൈഡ് ലൈൻ ആയിട്ട് അറേബ്യൻ രാഷ്ട്രങ്ങളുമായിട്ട് സംസാരിക്കാനും അദ്ദേഹം തയ്യാറാകുകയാണ്. UAE, ഖത്തർ, ഈവൻ പാകിസ്ഥാൻ വരെയുള്ള, ജോർദാൻ, ഈജിപ്ത്, ഇങ്ങനെ തുടങ്ങി പാകിസ്ഥാൻ വരെയുള്ള രാഷ്ട്രങ്ങളുമായിട്ടും അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ്. അപ്പോ ഒരു ചർച്ചയുമായി മുന്നോട്ട് പോവുകയും ഇസ്രായേലിന് അവിടെ തങ്ങളുടെ ആക്രമണം തുടർന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഡബിൾ സ്റ്റാൻഡ് കളിയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമാവുകയാണ്. അത് തന്നെയാണ് നെതന്യാഹുവും ആഗ്രഹിക്കുന്നത്. ഇന്നലെ അവർ തമ്മിൽ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതും ഇത് തന്നെയാണ്. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആ ഒരു ആങ്കർ തണുപ്പിക്കുക എന്നുള്ളത്, ഒരു വിദ്വേഷം തണുപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അതിന് US-ന് എന്തെങ്കിലും ഒരു നമ്പർ കിട്ടേ പറ്റുള്ളൂ. ആ നമ്പർ ആയിരിക്കണം ഇപ്പോഴത്തെ പ്ലാൻ എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. പക്ഷേ അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ ശ്രീ MS വേണുഗോപാൽ? നോക്കൂ, ഇവിടെ ഇപ്പോൾ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അമേരിക്ക ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നത് വ്യക്തമായിരുന്നു. പക്ഷേ അടിയന്തരമായി വെടിനിർത്തലിന് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടാകുമോ എന്നതാണല്ലോ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. പക്ഷേ അവിടെ ഒരു സമാധാന ചർച്ചയ്ക്ക് പോലുമുള്ള വഴി തുറക്കുന്നില്ല. ഹമാസ് ആണ് അതിന് തുരങ്കം വെക്കുന്നത് എന്ന് പറയുന്നു. ഒക്ടോബർ 7 മറക്കാനാകില്ല എന്ന് പറയുന്നു. സമാധാന ചർച്ചകൾക്ക് പോലും ഉള്ള സാധ്യത അടച്ചുകൊണ്ട് ട്രംപ് സംസാരിക്കുകയാണ്. 7 യുദ്ധം 7 മാസത്തിനിടെ അവസാനിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന അതേ വ്യക്തി തന്നെയാണ് അവിടെ ഒരു വെടിനിർത്തലിനുള്ള സാധ്യത പോലും ഇല്ലാതാക്കുന്നത്. അതെ, വെടിനിർത്തലിനുള്ള സാധ്യത ഉണ്ടാകണമെങ്കിൽ അവർ പറയുന്ന കണ്ടീഷനുകൾ നമുക്ക് വ്യക്തമാണല്ലോ. ഹമാസ് ബന്ദികളെ പൂർണ്ണമായും വിട്ടുകൊടുക്കണം. ഇപ്പോൾ ഹമാസ് ആണെങ്കിൽ പൂർണ്ണമായും ബന്ദികളെ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് USA-ക്ക് അറിയാം, ഇസ്രായേലിന് അറിയാം. കാരണം അവരുടെ അവസാനത്തെ കച്ചിത്തുരുമ്പെന്ന് പറയുന്നത് അവശേഷിക്കുന്ന 10 15 വരുന്ന, നമുക്ക് എത്രയാണെന്ന് എണ്ണം പോലും നിശ്ചയമില്ല, 50 പേരുണ്ട്. പക്ഷെ അതിൽ ജീവിച്ചിരിക്കുന്നത് 15 ആണോ 10 ആണോ എന്നുള്ളതിനെ കുറിച്ച് പോലും ആർക്കും തിട്ടമില്ല. അപ്പൊ ആ ബന്ദികളെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോ 50 ബന്ദികളിൽ ബാക്കിയുള്ളവർ എവിടെ എന്ന് ചോദ്യം വരും. അപ്പൊ ബന്ദികളെ പൂർണ്ണമായും വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ഒരു ഹമാസിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അവരിൽ അവശേഷിക്കുന്നവരെ മാത്രമേ ഇനി വിടാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും വിടാൻ കഴിയുള്ളൂ. പക്ഷെ അതുപോലെ അവർ പൂർണ്ണമായും വിട്ടുകൊടുക്കും എന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് ബെറ്റ് വെക്കാനായിട്ട് ഒരു കരുവായിട്ടുള്ളത് ഈ ബന്ദികളാണ്, അവശേഷിക്കുന്ന ബന്ദികളാണ്. അല്ല, മാത്രവുമല്ല മാർച്ച് 18-ന് ഇതുപോലെ ബന്ദികളെ കൈമാറിയതിനു ശേഷം ഗസയിൽ സമാനതകളില്ലാതെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ജനവാസ മേഖലയിൽ ഉൾപ്പെടെ ഇസ്രായേൽ ചെയ്തത് തൊട്ടടുത്ത മണിക്കൂറുകളിൽ. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹമാസ് ഒരു കാരണവശാലും ഇനി അവശേഷിക്കുന്ന ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് തങ്ങളുടെ അവസാനത്തെ ആയുധവും അങ്ങനെ അടിയറവ് വയ്ക്കാൻ തയ്യാറാവില്ല. അപ്പോ ട്രംപും നെതന്യാഹുവും ആവശ്യപ്പെടുന്നത് ബന്ദികളെ ആദ്യം വിട്ടുതരട്ടെ, എന്നിട്ട് സമാധാന ചർച്ച എന്നുള്ള നിലയിലേക്കാണ് ഇവർ പോകുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം സമാധാന ചർച്ച നടക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കുറ്റം ഹമാസിന്റെ കയ്യിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. ഇസ്രായേലിന് അവരുടെ അറ്റാക്ക് നിർബാധം തുടർന്നു കൊണ്ടുപോകാനും ഗാസ പൂർണ്ണമായും ക്ലിയർ ചെയ്തെടുക്കാനും ഒരു സാവകാശവും ലഭിക്കും. ഇതിനിടയ്ക്ക് UN-ല് ഇത്തരം പീസ് ടോക്കുകൾ നടക്കും. അതിന്റെ സൈഡ് ലൈൻ ആയിട്ട് ഈ പ്രമുഖ അറേബ്യൻ രാഷ്ട്രങ്ങളെ വിളിച്ച് ചർച്ച നടത്തും. ആ ചർച്ചയിൽ ഒന്നും ഉരുത്തിരിയാൻ പോകുന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രത്യാശകൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതിനിടയ്ക്ക് ആക്രമണം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക എന്നുള്ള ലൈനായിരിക്കും ഇസ്രായേലും US-ഉം ചേർന്നെടുക്കുക. ഇസ്രായേൽ എന്ത് പറയുന്നു അത് തന്നെയാണ് US-ന്റെ തീരുമാനം. US എന്ത് ഉദ്ദേശിക്കുന്നു അത് തന്നെയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അത് തുറന്നുകൊണ്ടിരിക്കും. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലായാലും അമേരിക്കയ്ക്ക് പുറത്തായാലും അദ്ദേഹം ഇന്ന് എന്ത് പറയുന്നു അത് നാളെ നടപ്പിലാക്കുമെന്ന് ആർക്കും അറിയില്ല. ട്രംപിന്റെ വാക്കിനെ അത് മുഖവിലക്കെടുക്കാൻ പലരും തയ്യാറല്ല. ട്രംപ് നാളെ എന്ത് പറയും, എന്ത് ചെയ്യുമെന്ന് പോലും ആർക്കും അറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. റെക്കഗ്നൈസിംഗ് പാലസ്തീനിയൻ സ്റ്റേറ്റ് ഈസ് എ റിവാർഡ് ഫോർ ഹമാസ് എന്ന് ട്രംപ് ആവർത്തിച്ചിരിക്കുകയാണ്. എന്താണോ മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് അത് തന്നെ ട്രംപ് UN-ലും ആവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം ബ്രിട്ടൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എത്ര രാഷ്ട്രങ്ങൾ പലസ്തീനെ അംഗീകരിച്ചു രംഗത്ത് വന്നു എന്ന്. ഏറ്റവും ഒടുവിൽ ഫ്രാൻസ് ഇത് ചരിത്രപരമായി തങ്ങളുടെ ദൗത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലസ്തീനെ അംഗീകരിക്കുന്ന പ്രഖ്യാപനം ഇമ്മാനുവൽ മാക്രോൺ നടത്തിയത്. അതിനുശേഷവും അമേരിക്ക നിലപാടിൽ മാറ്റമില്ല, അത് ഹമാസിനെ അംഗീകരിക്കുന്നതിന് തുല്യം എന്ന് പറഞ്ഞിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. ശ്രീ കേണൽ ഡിന്നി, നമ്മളത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പലസ്തീൻ വിഷയത്തിൽ അത്തരമൊരു നിലപാട് മാറ്റം എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന്. ഇവിടെ നോക്കൂ, നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമല്ല എങ്കിൽ പോലും ട്രംപ് UN-ൽ പറയുകയാണ് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടു എന്ന്. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. അതിനൊപ്പം ഒരു സമാധാനത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന വ്യക്തമായ സന്ദേശം കൂടിയല്ലേ ട്രംപ് നൽകുന്നത്? തീർച്ചയായിട്ടും. നോക്കൂ, ഡൊണാൾഡ് ട്രംപ് നേരത്തെ ശ്രീ വേണുഗോപാൽ സർ പറഞ്ഞ പോലെ എന്ത് പറയുന്നു എന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു പ്രസിഡന്റ് പറയുമ്പം ലോകം മൊത്തം കേൾക്കുമായിരുന്നു എന്താണ് പറയുന്നത്. കാരണം അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. പക്ഷെ ഇപ്പം ഡൊണാൾഡ് ട്രംപ് എന്താണ് പറയുന്നത്, അദ്ദേഹം എന്താണ് മനസ്സിലുള്ളത് ഒന്നും നമുക്ക് വളരെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം, ക്ലെയിം ചെയ്യാം. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്നെ അവസാനിപ്പിച്ചു എന്നൊക്കെ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാം. പക്ഷെ അതൊരു വാസ്തവമല്ല എന്ന് നമ്മൾ പല പ്രാവശ്യം ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാകിസ്ഥാന്റെ മിനിസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തുള്ള യാതൊരു ഇടപെടലും നടത്തിയില്ല, ഇന്ത്യ അത് ബയലാറ്ററൽ ആയിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നൊബേൽ പ്രൈസ് വേണം എന്നുള്ള ഒരു രീതിയിലേക്ക് പല ക്ലെയിമുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഈ പ്രസിഡന്റ് തന്നെയാണ് ഗാസയെ ഒരു പിക്നിക് സ്പോട്ടാക്കി മാറ്റി കംപ്ലീറ്റ് രീതിയിലേക്ക് മാറ്റും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് ഈ യുദ്ധങ്ങളൊക്കെ യുക്രൈൻ റഷ്യ വാറും പലസ്തീനിയൻ ഗാസ ഇസ്രായേൽ വാറും ഒക്കെ ഞാൻ അവസാനിപ്പിക്കുന്നതായിട്ട് ഇപ്പൊ നോക്കും എത്ര ദിവസമായി, അതൊന്നും നടന്നിട്ടില്ല. അപ്പൊ അവിടെ അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ കൂടി ഉണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അത് നടക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ കാണുന്നത് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെയോ അല്ലെങ്കിൽ സംഘടനയുടെ മാത്രം ആയിട്ടുള്ള തെറ്റ്. എല്ലാവരുടെയും ഭാഗത്ത് അവരുടേതായിട്ടുള്ള ശരികളും അവരുടേതായിട്ടുള്ള തെറ്റുകളും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം കാണാതെ പോകുന്നത്. ഇപ്പൊ നോക്കൂ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദി സംഘടന അല്ല പലസ്തീനിന്റെ യഥാർത്ഥത്തിലുള്ള റെപ്രസെന്റേറ്റീവ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. അതായത് ഹമാസ് ആക്ച്വലി പറഞ്ഞ പലസ്തീനിന്റെ കോസിനെ, പലസ്തീനിന്റെ ആളുകളെ അവർ ഹാം ചെയ്യാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒക്ടോബർ 7-ാം തീയതി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സമയത്ത് പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഒരു സിസ്റ്റമാണ് ആക്ച്വലി പലസ്തീനിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക ജനാധിപത്യപരമായിട്ട് അവർക്ക് അനുകൂലമായിട്ട് നിന്നത്. പക്ഷെ ഒരു അട്ടിമറിയിലൂടെയാണ് ഹമാസ് പലസ്തീൻ അതോറിറ്റിയെ മാറ്റിയത്. അപ്പം ഈ ഒരു വാദം, അതായത് ഹമാസ് ആണ് പലസ്തീന്റെ നോക്കുന്നത്, അത് തെറ്റാണ്. പലസ്തീനിന് മറ്റു ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി പലസ്തീൻ അതോറിറ്റി പോലും ഹമാസിനെ തള്ളി പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. കാരണം ധാരാളം നാശനഷ്ടങ്ങൾ ഉള്ളിലുണ്ടാവുന്നു. ഞാൻ ഇസ്രായേൽ ചെയ്യുന്ന കാര്യത്തിനെ ന്യായീകരിക്കല്ല. ഇസ്രായേൽ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക ഡിസ്പ്രൊപ്പോർഷനേറ്റ് യൂസ് ഓഫ് ഫോഴ്സ് നമ്മൾ പറയുന്നത് അത് ശരിയല്ല. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഹമാസിന്റെ ഭാഗത്ത് വലിയൊരു തെറ്റുണ്ട്. അപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ സമാധാനത്തിലേക്ക് ചെല്ലുക അല്ലെങ്കിൽ സമാധാനത്തിലേക്ക്
ഏതെങ്കിലും രീതിയിൽ ഒരു മിഡിൽ പാത്ത് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക ഇസ്രയേലും ആഗ്രഹിക്കുന്നില്ല, ഹമാസും ആഗ്രഹിക്കുന്നില്ല, അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന് സാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ വിഷനിൽ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് ഒരു നൊബേൽ പ്രൈസ് കിട്ടാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഒരു കോസ് എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ പലസ്തീൻ ഹമാസ് യുദ്ധം തീർക്കുക എന്നുള്ളത്. പക്ഷെ ഹമാസിനെ സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞ 48 ഇതുവരെ ഉള്ള ബന്ദികളാണ് ഉള്ളത്. അതിനകത്ത് ഏകദേശം 20ഓളമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്നുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻപുട്സ് കിട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവരെ വിട്ടുകൊടുത്തുകൂടാ? അങ്ങനെയാണെങ്കിൽ അവരുടെ ലോകം മൊത്തം ഇപ്പൊ തന്നെ നോക്കൂ, ഇത്രയായിട്ട് തന്നെ ലോകം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫ്രാൻസ് പോലുള്ള രാജ്യം പോലും പലസ്തീനിയൻ ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആയിട്ടും സ്റ്റേറ്റ് ആയിട്ടും അതിനെ അംഗീകരിക്കുന്നെങ്കിൽ അപ്പൊ ലോകത്തില് ഒരു 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 പോസിറ്റീവായിട്ട് പലസ്തീൻ കോസിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പം ഇനി എന്തായാലും ഇസ്രയേൽ അവിടെ അകത്ത് ധാരാളം മിലിറ്ററി ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ ബന്ദികളെ വിട്ടുകൊടുത്തുകൂടാ എന്നാണ് എനിക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റാത്തത്. അതായത് ഈ 18 അല്ലെങ്കിൽ 20 പേരെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ അറ്റ്ലീസ്റ്റ് മോറൽ ഗ്രൗണ്ടിലെങ്കിൽ പറയും ഇനി ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളുടെ കയ്യിൽ ആരുമില്ല, നിങ്ങൾ പറഞ്ഞ ആവശ്യം ഞങ്ങൾ ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ അത് ചെയ്യാൻ അവർ തയ്യാറല്ല. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഗാസ സിറ്റിയെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാസ സിറ്റിയിലേക്ക് ആർമഡ് ഡിവിഷൻ, ഇൻഫൻട്രി ഡിവിഷൻസ് ഒക്കെ ഉള്ളിലോട്ട് പോയി അവിടെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അവർ നേടാൻ പോകുന്നത് എന്നുള്ളതിന് എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ ക്ലാരിറ്റി ഇല്ല. കാരണം ഒരു വളരെ തിങ്ങി പാർക്കുന്ന സ്ഥലത്തേക്ക് മിലിറ്ററി ഓപ്പറേഷൻസ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ഹമാസ് ഭീകരവാദികളെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റും എന്ന് തോന്നുന്നത് അത് തെറ്റാണ്. ഞാൻ സമയക്കുറവ് കൊണ്ടുകൂടി ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഇസ്രായേലിൽ ഉൾപ്പെടെ ഈ ബന്ദികളെ മോചിപ്പിക്കണം, അതിന് ചർച്ചകൾ നടക്കണം എന്നാവശ്യപ്പെട്ട് നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ നടന്നതാണ്. നമ്മൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇന്നലത്തെ ചർച്ചയിൽ കാണിച്ചതാണ്. അപ്പോൾ ആ രീതിയിൽ പ്രതിഷേധം അവിടെ ഉയരുന്നു. അവർക്ക് ഈ ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്കയാണ്. ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വിട്ടുവീഴ്ച രണ്ട് ഭാഗത്തു നിന്നും വേണ്ടി വരുമല്ലോ. നോക്കൂ, 65,000-ത്തിലധികം മനുഷ്യരെ അവിടെ കൊന്നുകഴിഞ്ഞു. അതിനുശേഷവും ഇപ്പോഴും ആക്രമണം നടക്കുകയാണ്, ഇന്നും ആക്രമണം നടക്കുകയാണ്. ഹോസ്പിറ്റലുകൾക്ക് നേരെയൊക്കെ ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ട് ബന്ദികളെ വിട്ടുതരൂ എന്ന് പറയുന്നതിൽ എന്ത് ന്യായം? ഇവിടെ ഇപ്പോൾ ട്രംപും സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ദിസ് വുഡ് ബി റിവാർഡ് ഫോർ ദ ഹമാസ് അട്രോസിറ്റീസ്. ഏതാണ് പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അതൊരു റിവാർഡാവും. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ഇൻ ടു ദ ഹമാസ് റാൻസം ഡിമാൻഡ്സ്, ട്രംപ് സേസ് ദാറ്റ് those who want peace should be united in one message to release the hostage now. അപ്പോൾ വേറെ ഒന്നും പറയണ്ട, നിങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കുക മാത്രമേ ഉള്ളൂ ഇതിൽ പോംവഴി എന്ന് ട്രംപും പറഞ്ഞു വെക്കുകയാണ്. താങ്കളും ഇപ്പോൾ ഏതാണ്ട് അതിനോട് യോജിക്കുന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു സൊല്യൂഷന്റെ ഞാൻ വായിച്ച അനാലിസിന്റെ ഒരു രീതിയിൽ ഇപ്പൊ നോക്കൂ, ഡൊണാൾഡ് ട്രംപ് അറേബ്യൻ കൺട്രീസും മുസ്ലിം രാജ്യങ്ങളും തമ്മിൽ ഉള്ള ഒരു ചർച്ച ഇത് കഴിഞ്ഞിട്ട് നടത്താൻ പോവുകയാണ്. അപ്പൊ അതിനകത്ത് ഇപ്പം ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ അവരുടെ സൈന്യം പോലും ഈ ഗാസയിലേക്ക് വിടാം, ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയിട്ട് മാറ്റാം. സൗദി അറേബ്യ പോലുള്ള രാജ്യം, അതായത് ഈ ഹമാസിനെ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ആയിട്ട് വരാൻ താല്പര്യം കാണിച്ചിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞ് ഹമാസിനെ അവിടുന്ന് മാറ്റുക. ഹമാസ് അല്ല അവിടുത്തെ പലസ്തീനിന്റെ യഥാർത്ഥത്തിൽ പലസ്തീനിയൻ അതോറിറ്റി ആ ഒരു രീതിയിലേക്ക് വരികയും ഒരു ഇന്റർനാഷണൽ ഫോഴ്സ് അവിടേക്ക് വരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ആ രീതിയിൽ പറയുന്നത്. അതായത് ഇതിന്റെ ഒരു വിരാമം അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക്, ഒരു സീസ് ഫയറിലേക്ക് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് ഈ രാജ്യങ്ങളിലെ സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവർക്കൊരു വിക്ടറി അല്ലെങ്കിൽ ഒരു ജയം എന്ന് പറയുമ്പോൾ ഈ ബന്ദികളെ മോചിപ്പിച്ചേ പറ്റൂ. അപ്പൊ ആ രീതിയിലേക്ക് ഒരു സമാധാനത്തിലേക്ക് വേണ്ടിയുള്ള ഒരു എന്താ പറയുക, ഒരു പാത്തിലേക്ക് ഉള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അതിനകത്ത് ഡെഫിനറ്റ്ലി ബന്ദികളെ മോചിപ്പിക്കുന്ന വലിയൊരു സ്റ്റെപ്പ് തന്നെയാണ്. പലസ്തീനെ ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമാധാനം കാംക്ഷിക്കുന്നവർ സംസാരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ബന്ദികളെ പൂർണ്ണമായും വിട്ടുകിട്ടണം, അല്ലാണ്ട് ചർച്ച പോലും ഇല്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. നേരത്തെയുള്ള വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതിന് ശേഷവും സമാനതകളില്ലാത്ത പ്രതികരണമാണ് ഇസ്രായേൽ പലസ്തീന് നേരെ നടത്തിയത്. ഒരു സമാധാന ഉടമ്പടി ഒപ്പിടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് വലിയ ആക്രമണം അറബ് രാഷ്ട്രങ്ങൾക്ക് നേരെ അയച്ചുകൊണ്ട് വേറൊരു സന്ദേശം കൂടി ഇസ്രായേൽ നൽകിയത്. ഞാൻ തിരിച്ചെത്താം അതിഥികളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. Presenting the Maruti Suzuki Victoris. Got it all. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക്
ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ ആ ലോകമാണ് സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ ആരംഭിക്കുന്നു. Presenting the Maruti Suzuki Victoris. Got it all. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ എം എസ് വേണുഗോപാൽ, നോക്കൂ, ഈ ഇസ്രായേൽ നടത്തുന്ന, ഗസയിൽ നടത്തുന്ന ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ, അല്ലെങ്കിൽ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ട്രംപ്, അവിടെ വീറ്റോ അധികാരം ഇസ്രായേലിന് അനുകൂലമായി UN-ൽ 6ാം തവണയും പ്രയോഗിച്ച ട്രംപ് പക്ഷേ ഇറാനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും സ്പോൺസർ ഓഫ് ടെറർ എന്നാണ് ഇറാനെ കുറിച്ച് പറയുന്നത്. ഈ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ കൂടുതൽ ഉപരോധം എന്ന ഭീഷണി മുഴക്കുന്നുണ്ട്. അവരുമായി സഹകരിക്കുന്ന നാറ്റോ രാഷ്ട്രങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇതേ മനോഭാവം വെച്ചുകൊണ്ടാണ് ഇനി ട്രംപ് അറബ് രാഷ്ട്രങ്ങളുമായും സംസാരിക്കാൻ പോകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, വെടിനിർത്തൽ കരാറിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നിടത്താണ് ഖത്തറിൽ ആക്രമണം നടത്തിക്കൊണ്ട് അതിനുള്ള സാധ്യത, സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ട രാഷ്ട്രത്തെ പോലും ഇസ്രായേൽ വിരോധികളാക്കിയത്. അവിടെ അറബ് രാഷ്ട്രങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനമൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അറബ് രാഷ്ട്രങ്ങളുമായി ഏത് തരത്തിലായിരിക്കും ട്രംപ് സംസാരിക്കുക? നെതന്യാഹുവിന് പറയാനുള്ളത് ട്രംപ് വഴി പറയും എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിനപ്പുറം എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? നോക്കൂ, ഒരു കാര്യം വ്യക്തമാണ്. ലോകത്തിന് ട്രംപിനെ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രം ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമായിരിക്കും. ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങൾക്കും ട്രംപിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അമേരിക്ക എന്ന ഒരു വലിയ സംവിധാനം, ഒരു രാഷ്ട്രം നിലനിൽക്കുമ്പോൾ ആ രാഷ്ട്രത്തിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ യൂറോപ്പിനായാലും ആഫ്രിക്കയ്ക്കായാലും അറേബ്യൻ രാഷ്ട്രങ്ങൾക്കായാലും കഴിയില്ല എന്നുള്ളതാണ് സത്യം. ആ സത്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ കടുംപിടുത്തങ്ങളും വിടുവായത്തരങ്ങളും നടത്തിക്കൊണ്ടു പോകാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ വാക്കിനെ ഇനിമേൽ അറേബ്യൻ രാഷ്ട്രങ്ങൾ പോലും പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധക്കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയാണ്. അപ്പോ ട്രംപ് ഇറാനെ കുറിച്ച് പറയുന്നതായാലും റഷ്യ യുക്രൈൻ വാറിനെ കുറിച്ച് പറയുന്നതായാലും എല്ലാം ഇതിനകത്തും ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു നേതാവായിട്ട് ട്രംപ് മാറിയിരിക്കുകയാണ്. ഈ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം സ്വന്തം നാട്ടിലെ ഓരോ പ്രവർത്തനത്തിലും കാണിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ വിസ പ്രശ്നത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി അവിടുത്തെ പല കമ്പനികളും തലവേദനയായിരിക്കുകയാണ്. UN-ലുള്ള പല കമ്പനികൾക്കും ഇത് വലിയൊരു പ്രതിസന്ധിയായിരിക്കുകയാണ്. അപ്പോ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന വിധത്തിലേക്ക് മാറും എന്ന് വരെ പലരും വീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ ശൈലി ഇതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു പീസ് ടോക്ക് നടത്താനുള്ള പ്രാപ്തിയില്ല. പിന്നെ അമേരിക്ക എന്ന ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ആണ് അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഗുണം ചെയ്യുന്നത്. ആ ഗുണത്തിന്റെ മേലാണ് അദ്ദേഹം ഓരോ സ്ഥലത്തും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്.
ഇത് അമേരിക്കയ്ക്കും നല്ലതല്ല, അമേരിക്കയുടെ ഒരു അന്തസ്സിനും ചേർന്നതല്ല എന്നുള്ളത് അവിടുത്തെ മുൻ സെക്യൂരിറ്റി അഡ്വൈസർമാരെല്ലാം പലതവണ പറഞ്ഞു കഴിഞ്ഞു. ജോൺ ബോൾട്ടൺ എന്ന് പറയുന്ന സെക്യൂരിറ്റി അഡ്വൈസർ അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും എല്ലാ സ്പീച്ചിലും അദ്ദേഹം പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ തന്നെ UN-ലെ ടോക്കിന് തൊട്ട് മുമ്പായിട്ട് UN-ലെ ഇസ്രായേൽ അംബാസഡർ പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഈ കളിയിൽ ഹമാസ് ഉള്ളിടത്തോളം കാലം ഒരു സമാധാന ചർച്ചയ്ക്കും ഞങ്ങൾ ഉണ്ടാവില്ല, ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കുമെന്നാണ് പിന്നെ UN-ലെ ഇസ്രായേൽ അംബാസഡർ പറയുന്നത്. ഏതാണ്ട് ഇത് തന്നെയാണ് നെതന്യാഹു പറയുന്നത്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് പാലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രം പോലും ഉണ്ടാവില്ല എന്ന്. അപ്പൊ ഇത്തരത്തിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഒരു സമാധാന ചർച്ചയ്ക്ക് ട്രംപിന് കെൽപ്പുണ്ടാവുക? ട്രംപിന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഒരു പീസ് ടോക്കിനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. അദ്ദേഹത്തിന് അത് കഴിയുകയും ചെയ്യും. അമേരിക്കയുടെ എനർജി പൂർണ്ണമായിട്ടും, അമേരിക്ക എന്ന രാഷ്ട്രത്തിന്റെ ആ ഒരു ശക്തി പൂർണ്ണമായും ഉപയോഗിക്കുകയാണ്. പക്ഷേ ആ ശക്തി അദ്ദേഹത്തിന് ആ രീതിയിൽ സമാധാന ശ്രമങ്ങൾക്ക് വിനിയോഗിക്കപ്പെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഡിനി, നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ശ്രീ MS വേണുഗോപാൽ, ഡിനി, ഇവിടെ ഇപ്പോൾ ഒരു ബന്ദികളെ വിട്ടയച്ചുകൊണ്ട് ഒരു സമാധാന ശ്രമം, അതിനുശേഷം ഈ പലസ്തീൻ അതോറിറ്റിയുടെ ഇടപെടൽ അനുവദിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളുടെ സേനയെ ഉൾപ്പെടെ അവിടെ സമാധാനം കൊണ്ടുവരുന്നതിനും ഒപ്പം തന്നെ റീകൺസ്ട്രക്ഷനും വേണ്ടിയും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ വരുന്നു. അത് സാധ്യമാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇസ്രയേൽ ഇപ്പോൾ പലസ്തീൻ അതോറിറ്റിയെ പോലും വിശ്വാസത്തിലെടുക്കില്ല, അതിന് പോലും അവർ വഴങ്ങില്ല എന്നിരിക്കെ. നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഒരു മാക്സിമലിസ്റ്റിക് പൊസിഷനാണ് ഇവർ എടുക്കുന്നത്. അതായത് ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു പൊസിഷനാണ് എല്ലാവരും എടുക്കുന്നത് ചർച്ചയ്ക്ക് മുൻപ്. പക്ഷെ ചർച്ച കഴിയുമ്പം അവർക്ക് അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ച നടത്തേണ്ടി വരും. ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചോളം പലസ്തീൻ എന്നുള്ള രാജ്യം തന്നെ വേണ്ട എന്നുള്ള രീതിയിലാണ്. അതായത് 2 സ്റ്റേറ്റ് പോളിസി അവർ അംഗീകരിക്കത്തില്ല എന്നുള്ള രീതിയാണ്. ഹമാസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഹമാസും അതുപോലത്തെ മറ്റ് സംഘടനകളെ സംബന്ധിച്ചോളം ഇസ്രായേൽ എന്നുള്ള രാജ്യം അവിടെ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം ഒരു ഏറ്റവും എന്താ പറയുക, എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. പക്ഷെ ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് ആയിരിക്കും സൊല്യൂഷൻ വരാൻ പോകുന്നത്. അവിടാണ് എനിക്ക് തോന്നുന്നു മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഇന്തോനേഷ്യ, ഖത്തർ, UAE ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ വലിയൊരു റോള് ഡെഫിനറ്റ്ലി വരും. അവിടെ ഹമാസ് എന്നുള്ള ആ സംഘടനയ്ക്ക് ഒരു റോളും വരത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് അത് പറയാൻ കാരണം. ഹമാസ് ഉള്ളത്തോളം കാലം ഇസ്രായേൽ ഒരിക്കലും ഈ ഒരു പീസ് ചർച്ചയിലേക്ക് പോകത്തില്ല. രണ്ടാമത്, ഹമാസിന്റെ ഇപ്പോഴത്തെ ശേഷി വളരെ കുറഞ്ഞിരിക്കുകയാണ്. അവരെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ്ലി ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അത് ഞാനും എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ പലസ്തീൻ അതോറിറ്റിയെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. അവിടുത്തെ ആളുകൾക്ക് കുറച്ചും കൂടെ വോയിസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പലസ്തീൻ അതോറിറ്റിയുമായിട്ട് ഒരു ചർച്ച അവരിലേക്ക് ഒരു ഗവൺമെന്റിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അവിടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നുള്ള രീതിയിലേക്ക് മറ്റ് രാജ്യങ്ങളെ സേന വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപും അവരുടെ ഒരു രീതിയായിരിക്കും. പക്ഷേ ഹമാസ് കീഴടങ്ങണമെന്ന നിലപാട് പലസ്തീൻ അതോറിറ്റി കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഏക പോംവഴി എന്ന നിലയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ട്രംപ് അറബ് രാഷ്ട്ര നേതാക്കളുമായി നടത്തുന്ന ചർച്ചയാണ് ഇനി പ്രതീക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സമാധാന ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയോടെ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.